ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇഞ്ചിക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ 100 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞാണ്, അത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്, ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 10 ചെറിയുള്ളി ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുത്തു. 1 കപ്പ് തേങ്ങ പൊടിയായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾ, 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കടുക്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു ചെറിയ നമ്മുടെ ഈ ശർക്കര എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി, 4 വറ്റൽമുളക്, നമ്മുടെ കരിയാപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കാം. അതിന് മുമ്പ് ആദ്യം ഞാൻ ശകലം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു. വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും, അതിന് വേണ്ടിയാണ്. തേങ്ങ വറുത്ത് റെഡിയായി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. തേങ്ങ വറുത്തതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ ആ പാത്രത്തിലേക്ക് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് കടുകിടാം. ആദ്യം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് തീ അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇഞ്ചി ആദ്യം നമുക്കിടാം. തീ അല്പം കുറച്ച് തന്നെ വേണം, പെട്ടെന്ന്. നമുക്ക് ആ വറ്റൽമുളക് മുറിച്ചിടാം, കറിവേപ്പില, ഇനി നമുക്ക് കൊച്ചുള്ളി കൂടെ ഒഴിക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പിടാം, അതുപോലെ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇനി അല്പം ഒന്ന് മൂത്ത് വരട്ടെ. അടുത്തായിട്ട് നമുക്ക് ഈ മുളകും മല്ലിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി വെക്കാം. ഉള്ളിയും ഇഞ്ചിയും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിട്ട് കൊടുക്കാം. ഇഞ്ചിയും കൊച്ചുള്ളിയും എല്ലാം കൂടെ മൂത്ത് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മുളകും മല്ലിയും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് മൂക്കട്ടെ. നമുക്ക് കുറച്ച് വെള്ളം കൂടെ, അതായത് 1/2 കപ്പ് വെള്ളത്തോളം ഒഴിക്കാം. എന്നിട്ടൊരു ചെറിയ തീയിൽ ഒരല്പം നേരം ഒന്ന് തിളക്കട്ടെ, ഈ മസാലയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളൊരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് ഇതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചെടുത്ത് അധികം വെള്ളം ചേർക്കാതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അതിനകത്തിലിട്ടും തേങ്ങ വറുത്ത് പൊടിച്ച്. തേങ്ങ നമ്മൾ ചേർത്തതിന് ശേഷം വെള്ളം നമ്മൾ ചേർക്കല്ല. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര അതിലേക്ക് ഇടാം. അതുകൂടെ അതിനകത്ത് കിടന്ന് അരിയട്ടെ. ഇത് നമ്മൾ എരി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ എരി ഒന്ന് ബാലൻസ് ആയിക്കോളും. നമുക്കൊന്ന് തിളച്ചിട്ടത് വാങ്ങി വെക്കാം. നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് പകർന്നെടുക്കാം.